ഹായ്, ലാസ്റ്റ് ഒരു സ്റ്റെപ്പാണ് എക്സാം. ആക്ച്വലി എക്സാമാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം. നമ്മളൊരു എഫേർട്ട് ഇടേണ്ടത് എക്സാമിൻ്റെ കാര്യത്തിലാണ്. എക്സാം ഇവിടെ ഒമാനിലുള്ളത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് MOH എക്സാമാണുള്ളത്. OMSPൻ്റെ ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡിൻ്റെ MOH എക്സാമാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പം ഈ വീഡിയോ ജസ്റ്റ് ഒരു എക്സാം, അത് പഠിക്കൂ ഇത് പഠിക്കൂ അങ്ങനെ പറയുന്നതിന് പകരം എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയണം. എന്നെ കോൺടാക്ട് ചെയ്ത് എല്ലാവരും തന്നെ ഈക്വലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ആരോട് ചോദിച്ചാലും മീൻസ് ഓൾറെഡി ക്ലിയർ ചെയ്ത ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഭയങ്കര ടഫാണ്, പഠിക്കാൻ ഭയങ്കര റിസ്ക്കാണ്, ഡിഫിക്കൾട്ടാണ്, അങ്ങനെയാണെന്നാണ് പറയണത്. ആരും കറക്റ്റ് എന്താ പറയണമെന്ന് പറയണില്ല, എന്താ പഠിക്കേണ്ടതെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ആർക്കും കിട്ടില്ല, അന്ന് തന്നെ റിട്ടേൺ അവർ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു ഡെമോ പോലെ എവിടെ നിങ്ങൾക്ക് കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എന്നെ കോൺടാക്ട് ചെയ്ത് എല്ലാവർക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ MOH എക്സാമിന് എൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. അതിൻ്റെ പുറമെ എന്തൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നതെന്ന് പറയാം. ഞാൻ ആക്ച്വലി എക്സാമിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയില്ല ഇത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്. പക്ഷേ എങ്കിലും ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയാം. ഞാൻ കൊറോണ സമയത്താണ് പഠിച്ചിരുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ കോച്ചിങ് ക്ലാസ്സുകൾ എവിടെയും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് കോച്ചിങ് എടുക്കണം തന്നെയായിരുന്നു. കാരണം എനിക്ക് എന്നെ ഗൈഡ് ചെയ്യാൻ ആരും തന്നെ ഇല്ല. സോ എന്തായാലും കോച്ചിങ് വേണം തന്നെയാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൊറോണ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ളൊരു ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മീൻസ് ഗൂഗിളിൽ തപ്പിയിട്ടും അല്ലാതെ ഇവിടെ ഉള്ളവരോട് ചോദിച്ചിട്ടും ഒക്കെ ആയിട്ട് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒരു ഫ്രെയിമിൽ വെച്ച് നിന്നിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ പോർഷൻ എന്നാണെങ്കിൽ പഞ്ചകർമ്മ ഞാൻ നന്നായിട്ട് പഠിച്ചു, തറവാക്കി. മീൻസ് എല്ലാ പ്രൊസീജിയേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു, എന്താണ് ഏതാണ് സ്റ്റെപ്സ് കാര്യങ്ങളെല്ലാം പഠിച്ചു. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അഷ്ടാംഗഹൃദയം നമ്മൾ പണ്ട് എക്സാമിന് വൈവക്കൊക്കെ പഠിക്കുന്ന പോലെ കുത്തിയിരുന്ന് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എക്സാമൊക്കെ പാസ്സായി നമ്മളിനി പ്രാക്ടിക്കലായിട്ട് പോവുകയാണല്ലോ. സോ അങ്ങനെ ഭയങ്കരമായ രീതിയിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പഠിച്ചിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാണ്ടിരിക്കരുത്, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയണം. ആ രീതിയിൽ ജനറലായിട്ട് എല്ലാം ഞാനൊന്ന് നോക്കി. ശ്ലോകങ്ങളൊന്നും കാണാൻ പഠിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. എല്ലാത്തിൻ്റെയും പേരുകളും എന്താണ് ആ ശ്ലോകത്തിൽ പറയുന്ന മീനിങ് ആ രീതിയിൽ പഠിച്ചു അഷ്ടാംഗഹൃദയം. പിന്നെ പഠിച്ചിരിക്കുന്നത് ചികിത്സയാണ്. എല്ലാ അസുഖത്തിൻ്റെയും ചികിത്സ 2 വരി ശ്ലോകം, അതിന് ഞാൻ ശ്ലോകം പഠിച്ചു. വേറെ ഒന്നുമല്ല, നമുക്കവിടെ വൈവ ഉണ്ടല്ലോ. വൈവയ്ക്ക് അവരേതെങ്കിലും അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു 2 ശ്ലോകം കോട്ട് ചെയ്ത് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു അടിപൊളിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ ട്രീറ്റ്മെൻറ്റിനും 2 ലൈൻ ശ്ലോകം, ഇമ്പോർട്ടൻറ്റ് ശ്ലോകം ജസ്റ്റ് ഒന്ന് ഹെഡിലെടുത്തു. പിന്നെ ബാക്കിയെല്ലാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു തിയറി മാത്രം ഞാൻ അത് ബൈ ഹാർട്ടാക്കി. പിന്നീട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ഡേവിഡ്സൺ അറിയാലോ, ഇത്ര വലിയ കട്ടിയുള്ള ബുക്കാണ്, അത്യാവശ്യം കട്ടിയുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അത് എല്ലാവർക്കും അത് പഠിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്കത് പഠിക്കാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, എനിക്ക് അതിന് മനസ്സും ഉണ്ടായിരുന്നില്ല. അത്ര സമയമൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിച്ചിരുന്നു എന്നല്ലാതെ ഇപ്പോഴും അത് അങ്ങനെ പഠിക്കാൻ എനിക്ക് അതിനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെയ്തൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡാർക്ക് ഹെഡിങ്സ് ഉണ്ടാവുമല്ലോ, എല്ലാ ഹെഡിങ്സും ഞാൻ കോട്ട് ചെയ്തു നോട്ട്സിൽ. ആ ഹെഡിങ് ആണ് ഒരാളെന്നോട് ചോദിക്കണമെങ്കിൽ എനിക്ക് അതെന്താണെന്ന് പറയാൻ അറിയണം. അതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം എന്താണത്, ആ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ബേസിക് നോളജ് ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു പുസ്തകം മൊത്തം മെയിൻ കാര്യങ്ങൾ മാത്രം ഞാൻ കോട്ട് ചെയ്ത് പഠിച്ചു. അതാണ് ഞാൻ പിന്നീട് ചെയ്തൊരു കാര്യം. പിന്നെ ഞാൻ പഠിച്ചത് നമ്മൾ ഇനി മുതൽ പ്രാക്ടിക്കൽ ഫീൽഡിലേക്ക് വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളിനി ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചും അല്ലെങ്കിൽ മെഡിസിൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻസ് മൊത്തം ഇപ്പം താലസ്പത്രാതി ചൂർണം, ഇംഗ്വഷ്ടാതി ചൂർണം, മുറിവെണ്ണ, അതുപോലെ സഹചരാതി തൈലം, ഏരണ്ട തൈലം, അങ്ങനെ മെയിൻ മെഡിസിൻസ് എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഫലശ്രുതിയും ഒക്കെ പഠിച്ചു. അതും ഞാൻ ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ രസതന്ത്രം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭൈഷജ്യത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ലേ, കഷായം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം, മറ്റേ തൈലത്തിൻ്റെ പ്രിപ്പറേഷൻസ്, അതിൻ്റെ ലക്ഷണങ്ങൾ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിക്ക് ചെയ്ത് പഠിച്ചു. അതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതിൽ തന്നെ അത് വളരെ 100% കോൺഫിഡൻ്റ് ആയിട്ട് പഠിച്ചൊന്നുമല്ല ഞാൻ വിചാരിച്ചു ഇതിൽ കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അപ്പോൾ കൊറോണയൊക്കെ തീരും, അപ്പോൾ ഇനി പിന്നെ ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിച്ചിട്ട് എഴുതാം, അങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്തോ അൽഹംദുലില്ലാ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇത്രത്തോളമാണ് മെയിനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എക്സാംസിനെ കുറിച്ച് പറയാം. ഓക്കെ, എക്സാമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനാണ് ഞാൻ ബേസിക്കലി എക്സാം എന്ന് പറയുന്നത് 100 മാർക്സിനുള്ള ഒരു എക്സാം ആയിരിക്കും ഉണ്ടാവുക. അതിൽ 50-50 ആയിട്ട് ഡിവിഷൻ ഉണ്ടാവും. ഫസ്റ്റ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാർക്കിന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അടുത്ത 50 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എസ്സേ ആയിരിക്കും 10 മാർക്ക് ഈച്ച്. 10 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസും 5 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസും, അങ്ങനെ 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. അപ്പം എനിക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് എനിക്കിവിടെ പറയാൻ പറ്റുക. ഇനി അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നോ അല്ലെങ്കിൽ അത് തന്നെ ചോദിക്കുമെന്നല്ല ഞാൻ പറയണത്. ഇപ്പം ഒരു ചോദ്യത്തിന് മനസ്സിലാവില്ല എങ്ങനെയാണ് ചോദ്യം വരിക, എങ്ങനത്തെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ ആക്ച്വലി നോട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് 2020 എഴുതിയ എക്സാമാണ്, 2021 എഴുതിയ എക്സാമാണ്. സോ ഞാനത് റീകളക്ട് എഴുതി വെച്ചാണ് ആക്ച്വലി. സോ ഫസ്റ്റ് ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പറയാം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ എന്നായിരിക്കും, എനിക്ക് ഓർമ്മ ഉള്ളത് എടുത്തതാണ്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്നോട് സ്ഥിരമായിട്ട് ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിത് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് എനിക്ക് 5 വർഷത്തിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ഓർമ്മ ഉണ്ടാവാൻ കാരണം അതാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കണം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട്. സോ ഫസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് ഗാംഗ്രീൻ. ഓക്കെ, ടൈപ്സ് ഓഫ് ഗാംഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ABCD ഉണ്ടാവും. ഡ്രൈ ഗാംഗ്രീൻ, വെറ്റ് ഗാംഗ്രീൻ, ഗ്യാസ് ഗാംഗ്രീൻ, വേറെ ഏതെങ്കിലും ഒരു ഗാംഗ്രീൻ കൂടെ അവർ ആക്ട് ചെയ്തിട്ട് ഈ 3 ഗാംഗ്രീനാണല്ലോ ഉള്ളത്. അതിൽ ഒരെന്താ ചോദിച്ചാൽ ഡ്രൈ ഗാംഗ്രീനും വെറ്റ് ഗാംഗ്രീനും ഇട്ടിട്ട് ബാക്കി 2 ഫേക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഗാംഗ്രീനും കൂടെ ഇടും. അപ്പോൾ നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? ഒരെണ്ണം ആവില്ല ആൻസർ. ഈ MOH എക്സാമിൽ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ 2 3 ആൻസർ ആയി വരാം. അപ്പോൾ ഈ 2 നമ്മൾ ബബിള് മാർക്ക് ചെയ്യുക, അങ്ങനെ കറക്റ്റ് ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. സോ ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ താലീസ പത്രാതി ചൂർണത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവർ മരീചം, പിപ്പല്ലി, താലീസ പത്രം എന്നൊക്കെയുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ആയിരുന്നു. അപ്പം പറ ഓപ്ഷൻസ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ താലീസപത്രം, മരീചം എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് മാത്രം ബബിൾ ചെയ്ത് മാർക്ക് ചെയ്യുക. അതായിരുന്നു എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർണിക്സ് ട്രയാഡ്. അപ്പം അവർ കുറേ സിംറ്റംസ് ഇടും, ലൈക്ക് കൺഫ്യൂഷൻ, അറ്റാക്സിയ, ഒഫ്താൽമോപ്ലീജിയ. അപ്പോൾ അതിന് കൂടെ അവർ ഇത് 3 ആണല്ലോ ആൻസർ, അതിൻ്റെ കൂടെ അവർ വേറെയും കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിടും. അപ്പം അതിന്ന് ആ ട്രയാഡ് ഏതാണെന്നുള്ളത് നമ്മൾ ബബിൾ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെനിഞ്ചൈറ്റിസിൻ്റെ ട്രയാഡ്സ് അതിൻ്റെ സിംറ്റംസ്, ഫീവർ, പിന്നെ ലൈക്ക് നെക്ക് സ്റ്റിഫ്നെസ്, ഓൾട്ടേർഡ് സെൻസേഷൻ ഒക്കെ പറയില്ലേ, സെൻസേഷൻ അല്ല ഓൾട്ടേർഡ് സെൻസോറിയം. അപ്പോൾ അങ്ങനെ സിംറ്റംസും ഉണ്ടാവും, അതിൻ്റെ കൂടെ എക്സ്ട്രാ അവർ കുറച്ച് ആഡ് ചെയ്യും. അതൊന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ട് ബബിൾ ചെയ്ത് മാർക്ക് ചെയ്യണം. പിന്നെ ഒരു ഡ്രഗും കൂടെ എന്നോട് ചോദിച്ചായിരുന്നു, ഹിംഗുവഷ്ട ചൂർണം. അപ്പോൾ അതും ഇതുപോലെ ഇൻഗ്രീഡിയൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹിംഗു, മരീചം, ആ സാധനം, സൈന്ധവം, പിപ്പില്ലി, പിപ്പില്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ അതും ഇതുപോലെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ എസ്സേ. ആക്ച്വലി നമ്മൾ ആയുർവേദക്കാർക്ക് എസ്സേ ശരിക്കും ഭയങ്കര എസ്സേ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഹാപ്പിയാണ് അല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയുമല്ലോ. ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ വാദം, പിത്തം, കഫം, നമുക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും നമുക്ക് അല്ലേ, സംപ്രാപ്തി നമുക്ക് എഴുതാൻ പറ്റും. സോ എസ്സേനെ കുറിച്ച് ആക്ച്വലി ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു എക്സാമിന് മുമ്പ് തന്നെ. എനിക്ക് ആകെ ടെൻഷൻ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലായിരുന്നു, കാരണം നമുക്ക് അറിയണമല്ലോ ഈ സാധനം. എസ്സേ എനിക്ക് ഉറപ്പായിരുന്നു എന്ത് ചോദിച്ചാലും ഞാൻ എഴുതും എന്നുള്ളത് എനിക്കറിയായിരുന്നു, കാരണം അങ്ങനെ ഞാൻ ജനറലായിട്ടൊരു നോളജ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സേ പ്രൊസീജിയേഴ്സ് ഓഫ് വാമനം. ഞാൻ പഞ്ചകർമ്മ അരച്ച് കളിക്കിയിട്ടുണ്ടായിരുന്നു. പ്രൊസീജിയേഴ്സ് വാമനം കണ്ടു, ഞാൻ അടിപൊളിയായിട്ട് എസ്സേ എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രീ ഓപ്പറേറ്റീവ്, ഓപ്പറേറ്റീവ്, അതിൻ്റെ കാര്യങ്ങൾ, പശ്ചാത്തകർമ്മങ്ങൾ, അങ്ങനെ ആയുർവേദിക് വ്യൂവിൽ മൊത്തം എസ്സേ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, examination and management of sciatica and its ayurvedic correlation. That means ഗൃദ്രസി. അവർ ഗൃദ്രസി എന്ന് കൊട്ട് എഴുതിയില്ല, വിത്ത് ആയുർവേദിക് കോറിലേഷൻ, അങ്ങനെയാണ് അവർ എഴുതിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഷിയാറ്റിക്കിൻ്റെ മൊത്തം കാര്യങ്ങൾ എഴുതണം. ഏതാണ് എക്സാമിനേഷൻ, ഏതൊക്കെയാണ് SLR മുതലായുള്ള എക്സാമിനേഷൻസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളത് ജനറലായിട്ട് എഴുതുക. അതിന് കൂടെ നമ്മുടെ ഗൃദ്രസിൻ്റെ ആ ശ്ലോകം വേണമെങ്കിൽ ശ്ലോകം വേണമെന്നില്ല, പക്ഷേ നമ്മൾ ശ്ലോകം എഴുതി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒരു പവർ കിട്ടും. പിന്നെ ആ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടൻറ്റ് എഴുതാൻ പറ്റുമല്ലോ. പിന്നെ ട്രീറ്റ്മെൻറ്റ്സ് എഴുതാം. അങ്ങനെ
എസ്സേ അതായിരുന്നു ഒരു എസ്സേ. പിന്നെ അനദർ എസ്സേ കോളിസിസ്റ്റൈറ്റിസ് ഒറ്റ ഒന്നായിരുന്നു. അപ്പോൾ കോളിസിസ്റ്റൈറ്റിസിനെ കുറിച്ചിട്ട് എസ്സേ എഴുതാം. അപ്പം അങ്ങനെ മേജറായിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധം വേണം. എല്ലാ ഓർഗൻസിൻ്റെയും മെയിൻ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ, കോളിസിസ്റ്റൈറ്റിസ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് എന്താണെന്ന് മാത്രമേ അറിയുള്ളായിരുന്നു, എനിക്ക് വേറെ ഒന്നും അറിയണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ അതിൽ ആഡ് ചെയ്തു. മീൻസ് 10 മാർക്കിനുള്ളതൊന്നും എനിക്ക് അപ്പോൾ അറിയണ്ടായിരുന്നില്ല. ഞാനൊരു 3/4 പേജ് അല്ലെങ്കിൽ 1 പേജിനുള്ളത് എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നാലും അത് എഴുതി, ഞാൻ എന്താണെന്ന് അറിയാമല്ലോ, അപ്പം അത് എഴുതി. പിന്നെ അടുത്ത എസ്സേ ചികിത്സാ സൂത്ര ഓഫ് വാതരക്തം. വാതരക്തത്തിന് ട്രീറ്റ്മെൻറ്റ്സ് എന്താണ്? ഗംഭീര വാതരക്തം, ഉത്താന വാതരക്തം അറിയാലോ, നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അത് നല്ല അടിപൊളിയായിട്ട് എഴുതി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, വാതരക്തം, അങ്ങനത്തെ പക്ഷാഘാതം, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ മെയിൻ കാര്യങ്ങളൊക്കെ, ഉരുസ്തംഭം, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. മെയിൻ പേരുകൾ. അപ്പോൾ അത് എസ്സേ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ എഴുതണം, ഒരു 1.5 പേജിനുള്ളത് പഠിച്ചാൽ മതി. നിങ്ങൾ പഠിക്കണം എന്നല്ല, അപ്പോൾ ഒരു വാതരക്തം എന്ന് പറയുമ്പം എനിക്ക് അത് എഴുതാം, ഇതെഴുതാം. ഓക്കെ, അപ്പോൾ ഒരു 1.5 പേജിനുള്ളത് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പഠിച്ചാൽ മതി. അല്ലാണ്ട് എല്ലാം കുത്തിരുന്ന് പഠിക്കാനും നമുക്ക് സമയമില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊക്കെ മെച്യൂറായി. ഇപ്പോൾ ഇനി പണ്ടത്തെ പോലെ ഇരുന്ന് കുത്തിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പഠിച്ചാൽ മതിയാവും. പിന്നെ സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ് വിത്ത് ആയുർവേദിക് കോറിലേഷൻ, പക്ഷാഘാതം. നമുക്ക് എന്തെല്ലാം എഴുതാം. സ്ട്രോക്കിനെ കുറിച്ച് എംബോളിക് സ്ട്രോക്ക് എഴുതാം, ഇഷ്കിമിക് സ്ട്രോക്ക് എഴുതാം, പക്ഷാഘാതത്തിൽ എഴുതാം, അതിൻ്റെ ചികിത്സാസൂത്രം എഴുതാം, ട്രീറ്റ്മെൻറ്റ്സ് എഴുതാം. അങ്ങനെ അതായിരുന്നു എസ്സേ. അപ്പം ഇത്രയായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻസ്. എനിക്ക് തോന്നുന്നു ഇതിൽ എനിക്ക് കോളിസിസ്റ്റൈറ്റിസിന് മാർക്ക് കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു 4 എങ്ങാണ്ടായിരുന്നു 10-ലുണ്ടായിരുന്നു. ബാക്കി എല്ലാത്തിലും എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ എഴുതിയായിരുന്നു. പിന്നെ ഇതാണ് എക്സാം. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇതാണ് എക്സാം. ഇത്രത്തോളമാണ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അന്ന് തന്നെയായിരുന്നു വൈവ ഉണ്ടായിരുന്നത്. ചിലവർക്ക് അന്ന് വൈവ ചെയ്യാതെ വേറൊരു ദിവസം വൈവ എടുത്തവരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കമ്പയർ ചെയ്തരുത്. നമ്മുടെ ഫസ്റ്റ് ഇയർത്തെയോ സെക്കൻഡ് ഇയർത്തെയോ തേർഡ് ഇയർത്തോ വൈവ വെച്ച് കമ്പയറേ ചെയ്യരുത്. ഈ വൈവ ആക്ച്വലി പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ നോളജ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്ന ഒരു വൈവയാണ് ഈ വൈവ എന്ന് പറയുന്നത്. അപ്പോൾ വൈവയിൽ എനിക്ക് മെയിൻലി ഒരു ബോർഡ് ഉണ്ടാവും. ഒരു ആയുർവേദത്തെക്കുറിച്ച് അറിയുന്ന 2 പേരും, പിന്നെ ഒമാനി മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ആൾക്കാരും, പിന്നെ ക്യാമറയൊക്കെ ആയിട്ട് ഒരു റൂമിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് വൈവ ഉണ്ടാവുക. അപ്പം വൈവയിൽ ആക്ച്വലി അവർ നമ്മളോട് ഇതൊന്നും ആവില്ല ചോദിക്കുക. അവർ മൊത്തം കേസുകളായിരിക്കും ചോദിക്കുക. ലൈക്ക് a 40 years of old female patient came in OP with back pain and what are your and back pain and tiredness, what are your diagnosis, ലൈക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ കണ്ടുപിടുത്തം, എന്തൊക്കെയാവാം അയാൾക്ക് അസുഖം, ആ സ്ത്രീക്ക് 40 years ആയിട്ടുള്ള, അല്ല 40 അല്ല കേട്ടോ 50 years ആയിട്ടുള്ള ആ സ്ത്രീക്ക് എന്തൊക്കെയാവാം അസുഖങ്ങൾ, ബാക്ക് പെയിൻ ഉണ്ട് എന്താണ് എന്നുള്ള രീതിയിൽ. എൻ്റെ ക്വസ്റ്റ്യൻ അതായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ചിലപ്പോൾ സ്പോണ്ടൈലോസിസ് ആവാം, IVDP ആവാം, ഒരുപാട് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ IVDP ആവാം, പിന്നെന്താ കിഡ്നീൻ്റെ ബാക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഇപ്പുറത്തെ സൈഡിലൊക്കെ ആണെങ്കിൽ കിഡ്നി റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ആവും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു കഥ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ അതാണ് പിന്നെ വേറെ അതുമാണ് പിന്നെ വേറെ. അപ്പോൾ അവരുദ്ദേശിക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ആക്ച്വലി അവരുദ്ദേശിക്കുന്ന ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരുദ്ദേശിച്ചത് ആക്ച്വലി 50 years old ലേഡി എന്ന് പറയുമ്പോൾ ചാൻസ് ഓഫ് മെനോപോസ് ഇസ് ദയർ. സോ മെനോപോസ് റിലേറ്റഡ് ആയിട്ട് ഓസ്റ്റിയോപോറോസിസ് വരാം, ഓസ്റ്റിയോപോറോസിസ് റിഗാർഡിങ് ആയിട്ട് ലോ ബാക്ക് പെയിൻ വരാം, അതാവാം. മീൻസ് ആ ഒരു വേ ഓഫ് തിങ്കിങ് ആണ് അവർ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ചത് കിഡ്സിൻ്റെ ആയിരുന്നു. കുട്ടികളിൽ ഏതൊക്കെ കേസാണ് കണ്ടിട്ടുള്ളത്, ഏതൊക്കെ കേസാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ള നാട്ടിൽ, എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, പിന്നെ ഒരു സ്കിൻ ഡിസീസിന് നിങ്ങൾ കൊടുക്കണ മെഡിസിൻസ് എന്തൊക്കെ നിങ്ങൾ കൊടുക്കാം, ആമത്തം കളയാൻ നിങ്ങൾ ഏതൊക്കെ മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത്, ആദ്യം തന്നെ പെട്ടെന്ന് ആ സ്ഥലം ആക്ട് ചെയ്യണേ, ഇപ്പം സ്കിൻ ഡിസീസിനുള്ള മെഡിസിൻ കൊടുക്കുമോ അതോ ആമത്തം കളഞ്ഞിട്ട് കൊടുക്കുമോ, അങ്ങനത്തെ ഒരു പ്രാക്ടിക്കലായിട്ടുണ്ട്. പിന്നെ വസ്തിനെ കുറിച്ച് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക, കെട്ടുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പറേഷൻസ്, പിന്നെ അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്. അങ്ങനെ ഒരു
ഒരു ഡിസ്കഷൻ പോലെ ആയിരിക്കും അത് ഉണ്ടാവും. നമുക്ക് ഒരിക്കലും അതൊരു ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ആവില്ല വൈവ. ഒരു തരം നമ്മൾ ഭയങ്കര കംഫർട്ടായിരിക്കും, ഒരു ഡിസ്കഷൻ ആയിരിക്കും. പക്ഷേ ഈ ഡിസ്കഷൻ്റെ ഇടയിൽ അവർ മാർക്കിടും. നമ്മുടെ സ്കിൽസ് അവർ നോട്ട് ചെയ്ത്, അവരുദ്ദേശിക്കുന്ന ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ കാലിബർ ഇയാൾക്ക് ഉണ്ടോ എന്ന് നോട്ട് ചെയ്ത് അവർ വൈവ മാർക്കിടുകയാണ് ചെയ്യുക. പക്ഷേ ഞാൻ വൈവ ആക്ച്വലി ഞാൻ ഭയങ്കര കൂളായിരുന്നു. അവർ ചോദിക്കുന്നതിനൊക്കെ എനിക്കറിയണ ഉത്തരമൊക്കെ ഞാൻ പറയും. ചിലപ്പോൾ അവരുദ്ദേശിക്കുന്ന ഉത്തരമാവാം, ചിലപ്പോൾ അവരുദ്ദേശിക്കുന്ന ഉത്തരമാവില്ല. ബട്ട് ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് അറിയില്ലെങ്കിലും ഞാൻ അതാവാം ഇതാവാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് വൈവേൻ്റെ ഒരു കാര്യം. വൈവ് ഒരിക്കലും ഞാൻ അത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയും. കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് അറിയണ കാര്യങ്ങൾ തന്നെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് കോൺഫിഡൻ്റ് ആയാൽ തന്നെ മതിയാവും വൈവ. ഇപ്പം ഏത് പ്രൊഫഷനാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, കോൺഫിഡൻസ് വേണം നമുക്ക്. നമ്മളിപ്പോൾ നല്ലോണം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് അറിയാം, തിയറി വളരെ അറിയാം, പ്രാക്ടിക്കൽ നന്നായിട്ട് അറിയാം, അത് മാത്രം പോരാ, നമുക്കൊരു കോൺഫിഡൻസ് വേണം. ഇഫ് എന്ത് തന്നെ വന്നാലും ഐ ക്യാൻ ഡീൽ ദിസ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് വന്നാൽ ബാക്കിയൊക്കെ പിന്നാലെ വരും എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഓക്കെ, അങ്ങനെ അപ്പം വൈവ പാസ്സായി, പിന്നെ ജോലി ഹണ്ടിങ് ചെയ്ത് ജോലി കയറുക ചെയ്യുക. പക്ഷേ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു വേ ഓഫ് ഇതാണ്. പക്ഷേ പലരും ഇപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം പിന്നീട് എക്സാം എഴുതുന്നവരുണ്ട് കേട്ടോ. പക്ഷെ അവരുടെ സംബന്ധിച്ച് ആക്ച്വലി ഈസിയാണ്. ജോബ് ഹണ്ടിങ് എന്നുള്ള ഒരു വലിയൊരു കാര്യം അവർക്കില്ല എന്നല്ല, അവരത് ആദ്യം തീർത്തു. നേരെ മറിച്ച് എന്നെ പോലെ ആദ്യം എക്സാം ക്ലിയർ ചെയ്ത് പിന്നെ ജോബ് ഹണ്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ, ജോബ് ഹണ്ടിങ് എന്ന് പറയുന്നത് അതൊരു കടമ തന്നെയാണ്. കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇന്നൊരു CV അയച്ചു, അവരെന്താ എനിക്ക് റിപ്ലൈ തരാത്ത, അവിടെ ജോലി ഇല്ലല്ലോ, അവിടെ എന്താ ജോലി ഇല്ലാത്തത്. അപ്പം അങ്ങനെയല്ല അതിൻ്റെ ഒരു വേ. ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, GCCയിൽ ഒഴിവുണ്ടോ, എനിക്ക് പരിചയമുള്ള ഒരാൾ ദുബായിലുണ്ട്, അവരോട് ചോദിച്ചപ്പോൾ അവർ എല്ലായിടത്തും ഫുള്ളാണ്, ഇവിടെ ഒന്നും ഒഴിവില്ല, ജോലിയില്ല, എക്സാം എഴുതണ്ട, എക്സാം എഴുതിയിട്ട് കാര്യമില്ല, അങ്ങനെ ഫുൾ നെഗായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, എന്താ പറയുക, നമ്മളെ ആയുർവേദിക് ഡോക്ടേഴ്സ് എന്നുള്ള പ്രൊഫഷൻ ഇപ്പം എല്ലാവരും അതാ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയും ഒഴിവില്ല എന്നാണ് എല്ലാവരും ടാഗ് ലൈൻ പോലെ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മളെ പ്രൊഫഷൻ മാത്രമല്ല, പണ്ടത്തെ പോലെയല്ല, ഇപ്പം എല്ലാവരും പഠിക്കാതെ ആരാ ഉള്ളത്? ഇപ്പോൾ എല്ലാവരും ഓരോരോ പ്രൊഫഷനിൽ പഠിക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ എപ്പോഴും വരും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതെവിടെയാണ്, എന്താണ്, എങ്ങനെ എന്നുള്ളത് നമ്മൾ വേണം അത് കണ്ടുപിടിക്കാനുള്ളത്. ചിലപ്പോൾ നമ്മൾ ഒരു 10 CV അയച്ചാൽ ചിലപ്പോൾ ഒരു CVന്ന് റിപ്ലൈ പോലും ഇല്ല. ചില CV പറയും വേക്കൻസി ഇല്ല എന്ന് പറയും. ബട്ട് അതിൽ ഡെസ്പ് ആവുകയല്ല ചെയ്യേണ്ടത്. ഈ 10 സ്ഥലത്ത് നിങ്ങളെ CV എത്തിയേ, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഞാനൊക്കെ ഫോളോ ചെയ്ത് ഞാൻ അത്യാവശ്യം നല്ലതായിട്ട് CV അയക്കുമായിരുന്നു. അങ്ങനെ CV അയച്ച് തന്നെ ഞാൻ ഡയറക്റ്റ്ലി CV അയച്ച സ്ഥലത്ത് നിന്നല്ല എനിക്ക് ജോബ് ഓഫർ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അയച്ച CV ഒരു ക്ലിനിക്കിലൊക്കെ അയച്ചപ്പോൾ അവർ അവിടെ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ വേക്കൻസി വന്നപ്പോൾ ഞാൻ അയച്ച CVയിൽ അവരോട് ചോദിച്ചു ഏതെങ്കിലും CV ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരാണ് എൻ്റെ CV അയച്ചു കൊടുത്തത്. അപ്പം അതിനർത്ഥം ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ ഞാനല്ല CV അയച്ചത്, അത് ഡസ്റ്റിനി പോലെ എങ്ങനെയോ കറങ്ങി വന്നതാണ്. സോ അപ്പോൾ അതിനർത്ഥം എങ്ങനെയാണ് നമ്മളുടെ ജോബ് ഓപ്പർച്യൂണിറ്റി എവിടെയുള്ളത് നമ്മൾ അറിയില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, എക്സാം ക്ലിയർ ചെയ്യുക, CV അയക്കുക, ജോബ് ഹണ്ട് ചെയ്യുക, മെയിൽ അയക്കുക, പോയി തന്നെ അവിടെ വേക്കൻസി ഉണ്ടോ ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയുക. ആദ്യം തന്നെ സാലറിയെ കുറിച്ചും അല്ലെങ്കിൽ നെഗോഷിയേഷൻസ് ചെയ്യാതെ നമുക്ക് ട്രെയിനിങ് ആവശ്യമുണ്ട്, ആദ്യം ട്രെയിനിങ് എന്ന രീതിയിൽ പോവുക, സാലറി വേണ്ട ട്രെയിനിങ് മാത്രം തരുമോ എന്ന് ചോദിച്ചിട്ട് പോവുക. അങ്ങനെയാണ് നമ്മളിത് ജോബ് ഹണ്ട് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടെ പഠിച്ച ഒരാൾ പെട്ടെന്ന് ജോലി കിട്ടി, പെട്ടെന്ന് സേഫായി, എനിക്കിപ്പോൾ കിട്ടിയില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഓരോരുത്തരും ഓരോ സ്റ്റോറിയാണ്. അപ്പോൾ ഒരാൾക്ക് നേരത്തെ കിട്ടിയെന്ന് വെച്ചിട്ട് നമുക്ക് കിട്ടാണ്ടിരിക്കുക, അയാൾക്ക് കിട്ടിയെന്ന് വെച്ച് നമുക്ക് കിട്ടാണ്ടിരിക്കുക, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ബാക്കി റെസ്റ്റ് ഈസ് ടു ഗോഡ്, അള്ളാഹു നോക്കിക്കോളും എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുക, ട്രൈ ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ബാക്കിയൊക്കെ അതിന് ടൈം ആകുമ്പോൾ നടന്നോളും. അങ്ങനെ അത്രയാണ് മൊത്തത്തിലുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇടാം. എനിക്ക് തോന്നുന്നു പേഴ്സണൽ മെസ്സേജിനെക്കാട്ടും നല്ലത് കമൻ്റായിട്ട് ഇടുന്നതായിരിക്കും. സോ എനിക്ക് അതിൽ റിപ്ലൈ ചെയ്താൽ പിന്നീട് ആ ക്വസ്റ്റ്യൻസ് ഒരാൾ ചോദിക്കില്ല, അത് കണ്ട് അവരത് മനസ്സിലാക്കിക്കോളും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
ചോദിക്കുക. എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. കാരണം ഞാനിത് പറഞ്ഞു തരാൻ ആക്ച്വലി ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പം ഞാൻ പലപ്പോഴും പലവരും പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി എക്സാം ക്രാക്ക് ചെയ്ത പലരും പുതിയ ജൂനിയേഴ്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയും ഭയങ്കര ടഫാണ് കിട്ടാൻ, ഭയങ്കര ടഫാണ്. അതായത് നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്തു, ആ ടഫായിട്ടുള്ള കാര്യം ഞാൻ അച്ചീവ് ചെയ്തു, ബാക്കി ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇത്ര ടഫാണോ ചോദിക്കും. ഭയങ്കര ടഫാണെന്ന് പറഞ്ഞ് ആ ചോദിക്കുന്ന ആളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് വിടുക. അത് വളരെ മോശമായിട്ടുള്ള പ്രവണതയാണ്. ഒരുപാട് പേര് എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു, അവരിങ്ങനെ പറഞ്ഞ് എന്നെ ഡസ്പാക്കി നെഗ് അടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരിക്കലും ആരും ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഏത് വീഡിയോ എടുത്തതിനെക്കാട്ടിലും ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. സോ ഇനി എന്നോട് ഒരാൾ ചോദിക്കുമ്പോൾ എനിക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യാം ഈ വീഡിയോ. പിന്നീട് എനിക്കിനി ഒന്നുകൂടി ഇരുന്ന് വോയിസ് അയക്കേണ്ടതോ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ ഞാൻ ഈ വീഡിയോയിലോട് കൂടെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോ ഒന്നും പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോണില്ല, സബ്സ്ക്രിപ്ഷൻ ഒന്നും ചെയ്യണ്ട, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട. ബിക്കോസ് അങ്ങനെ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു യൂട്യൂബറോ പ്രൊഫഷണലായിട്ടൊന്നും ഞാൻ അത് കാണുന്നില്ല. ജസ്റ്റ് എൻ്റെ ക്ലിപ്സ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാനാണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ വളരെ വാല്യുബിൾ ആയിട്ടൊരു വീഡിയോ ആണ് ഫോർ എ BAMS സ്റ്റുഡൻറ്റ് ഹു ലുക്കിംഗ് ഫോർ GCC കൺട്രീസിൽ എക്സാം എഴുതി ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്. സോ ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഷെയറിങ് ഈസ് കെയറിങ്. ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞ പോലെ ഷെയറിങ് ഈസ് കെയറിങ്. ഓക്കെ, ബൈ.